നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർണാടക എക്സാമിനേഷന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഏതാനും ചില അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പല കുട്ടികളും ചോദിക്കുന്നുണ്ട് കെയ്യുടെ എക്സാമിനേഷൻസിന്റെ റിസൾട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റുകൾ മെയ് 20-ാം തീയതിയാണ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതുവരെയും അപ്ഡേറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ കുട്ടികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വന്നതനുസരിച്ച് കർണാടക എക്സാമിനേഷന് വേണ്ടിയുള്ള +2 മാർക്ക് അപ്ലോഡിങ്ങിന്റെ ഡേറ്റ് ഇപ്പം നിലവിൽ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മെയ് മാസം 23-ാം തീയതി മുതൽ മെയ് മാസം 25-ാം തീയതി 5:30 വരെയുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ കർണാടക എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം +2 മാർക്കുകൾ അപ്ഡേറ്റ് ചെയ്യാത്തവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്കും കൂടെ ഉൾപ്പെടുത്തി ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുകയുള്ളൂ. അപ്പോൾ കർണാടക എക്സാമിനേഷൻ അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ +2 മാർക്കുകൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ +2-ൽ പരീക്ഷ പാസ്സാകണം എന്നുള്ള നിബന്ധന ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിവതും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ കാര്യങ്ങൾ നിരവധി കുട്ടികളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു വർഷം NNMC എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു നാഷണൽ ബോഡി, അതായത് നാഷണൽ നഴ്സ് മിഡ്വൈഫറി കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്രഡിറ്റഡ് ബോഡി ആയിരിക്കും ഇനി മുതൽ ഇന്ത്യൻ നഴ്സിംഗിന് പകരമായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓഗസ്റ്റ് മാസം 2024 മുതലായിരിക്കും ഇത് ഫംഗ്ഷണൽ ആവുക. അപ്പോൾ അതിന് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും അതിന് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഒരു വർഷം അവസാനത്തോടുകൂടി തന്നെ NNMC, അതായത് നാഷണൽ നഴ്സ് മിഡ്വൈഫറി കൗൺസിൽ രൂപീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ NNMC വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലുള്ള എല്ലാ കോളേജുകളിലും തീർച്ചയായിട്ടും അതിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഈ പറയുന്നത് ഇതിലേക്ക് ആഡപ്പ് ആവും എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിനും അതിൻ്റെതായ അധികാര പരിധിയിൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എക്സാംസ് നടത്തുന്നതിനും അതുപോലെ തന്നെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിനും അഫിലിയേഷൻസ് നൽകുന്നതിനും സാധിക്കുന്നതാണ്. പക്ഷെ NNMC വന്നു കഴിഞ്ഞാൽ ഈ NNMC ആയിരിക്കും സുപ്രീം അതോറിറ്റി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം NNMC ആയിരിക്കും ഈ രജിസ്ട്രേഷൻ നൽകുക. അതായത് ഒരു RN ആയിട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റേർഡ് നഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ NNMCയുടെ രജിസ്ട്രേഷൻ വഴിയായിരിക്കും മിക്കവാറും നടത്തപ്പെടുക. അപ്പോൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ പങ്കുകളൊക്കെ ഇല്ലാതാകും, അല്ലെങ്കിൽ അതിനുള്ള അധികാരങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നഴ്സിംഗ് ബില്ലിൻ പ്രകാരം 2020 പുറപ്പെടുവിച്ച നഴ്സ് ബിൽ പ്രകാരം എൻട്രി എക്സാമും എക്സിറ്റ് എക്സാമും ഉണ്ടാവും. തീർച്ചയായിട്ടും അടുത്ത വർഷം എന്ത് തന്നെയായാലും ഒരു എൻട്രൻസ് എക്സാമോടുകൂടി തന്നെ ആയിരിക്കും BSc നഴ്സിംഗിന് പഠിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ കോഴ്സ് കഴിയുന്നതിന് മുറയ്ക്ക് എക്സിറ്റ് എക്സാമിൽ പാസ്സാകുന്ന കുട്ടികൾക്കായിരിക്കും രജിസ്ട്രേഷൻസ് നൽകുക. അപ്പോൾ നമ്മളിപ്പോൾ NNMCയുടെ പ്രത്യേകത പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അംഗീകാരമില്ലാത്ത പല കോളേജുകളിലും അല്ലെ ഏജന്റുമാരായിക്കോട്ടെ പലരും പറയുന്ന ഒരു കാര്യം, ഇനിയിപ്പോൾ INC വേണ്ട, NNMC ആണ്, അതുകൊണ്ട് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോപ്പറായിട്ട് അഫിലിയേഷൻസ് ഉള്ള കോളേജിൽ മാത്രമായിരിക്കും NNMCയിലും കൂട്ടിച്ചേർക്കപ്പെടുക. നമുക്കറിയാം കർണാടകയിൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന സബ് കോളേജുകളും അംഗീകാരമില്ലാത്ത നിരവധി കോളേജുകളുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു കോളേജിന്റെ കീഴിൽ തന്നെ അങ്ങനെ നിരവധി കോളേജുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സബ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാൻ മുന്നോട്ട് വരുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും NNMC വഴി ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. കാരണം ഈ NNMC വഴി പ്രോപ്പറായിട്ടുള്ള അഫിലിയേഷൻസ് ഇല്ലാത്ത കോളേജുകൾക്കൊക്കെ തന്നെ പ്രോപ്പറായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. മാത്രമല്ല NNMC രജിസ്ട്രേഷൻ ഇല്ലാതെ കുട്ടികൾക്ക് ഇനി വിദേശത്തേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രേഷൻസോ ഈ ഒരു RN ആയിട്ട് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനോട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അഫിലിയേഷൻസ് ഉള്ള കോളേജുകളിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അല്ലാതെ INC ഇല്ലാത്ത INC മാറി അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പൊട്ട കോളേജുകളിൽ പഠിക്കാം എന്നുള്ളതല്ല. നിങ്ങൾ ഏറ്റവും പ്രോപ്പറായിട്ട് പോകുന്ന സിംഗിൾ ആയിട്ട് പോകുന്ന കോളേജുകളിൽ തന്നെ പഠിക്കുവാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഗ്രൂപ്പ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്കും അത് തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും NNMC വന്നു കഴിഞ്ഞാൽ നേരിടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 അപ്ഡേറ്റ്സ് നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.